നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ 2ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ യൂണിറ്റിന്റെ പേര് ടർക്കോ പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്നാണ്. ഇവിടെ നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫിയുടെ പല ഘട്ടങ്ങൾ പഠിച്ചു വന്നു. ഇപ്പൊ ഇനി ഇതിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ചരിത്ര രചനയിലെ ടർക്കോ പേർഷ്യൻ, തുർക്കി പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി, ആ ഒരു പാരമ്പര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കൂടാതെ നമ്മൾ ഏതാനും ചില അറബ് ഹിസ്റ്റോറിയൻസും അവരുടെ കോൺട്രിബ്യൂഷൻസും ഇതാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അൽബറൂനി, മിൻഹാജു സിറാജ്, സിയാഉദ്ദീൻ ബറാനി, അതുപോലെ ഷംസി സിറാജ് അഫീഫ്, ഇത്രയും പേരെയാണ് നമ്മൾ ഇവിടെ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ടർക്കോ പേർഷ്യൻ ആൻഡ് അറബ് ഹിസ്റ്റോറിയോഗ്രഫി എന്താണെന്ന് നോക്കാം. അതായത് ടർക്കോ പേർഷ്യൻ ആൻഡ് അറബ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രത്യേക ചരിത്ര രചന സ്ട്രീമുകളുടെ ഒരു സങ്കലനമാണ് നമ്മൾ ഈ ടർക്കോ പേർഷ്യൻ ആൻഡ് അറബ് ഹിസ്റ്റോറിയോഗ്രഫി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു അറബ് കൾച്ചർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഏഷ്യൻ ഹിസ്റ്റോറിക് ട്രഡിഷൻ ആണ് ഈ ഒരു സ്ട്രീമിൽ വരുന്നത്. സെൻട്രൽ ഏഷ്യയിൽ വളർന്നു വന്ന ഹിസ്റ്റോറിയോഗ്രഫി അല്ലെങ്കിൽ ട്രഡിഷൻ, ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിന്റെ ട്രഡിഷൻ ആണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒറിജിനും ക്യാരക്ടറിസ്റ്റിക്സും എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ ടർക്കോ പേർഷ്യൻ ആൻഡ് അറബ് ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഒറിജിനും ട്രഡിഷനും നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഫസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ആദ്യ പോയിന്റ് എന്ന് പറയുന്നത്, ഇത് എമർജ് ചെയ്തത് സെൻട്രൽ ഏഷ്യയിലാണ്. സെൻട്രൽ ഏഷ്യയിലും പേർഷ്യയിലുമായിട്ടാണ് ഇത് എമർജ് ചെയ്തത്. പിന്നീട് അത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വരികയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടം അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാരം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവർക്ക് രാഷ്ട്രീയപരമായ താല്പര്യങ്ങളെക്കാൾ ഏറെ കച്ചവട താല്പര്യങ്ങളാണ് അറബികളുടെ ഒരു ലീഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അറബികള് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നെത്തിയ പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും വളരെ നൈസർഗികമായിട്ട് അവരവിടെ ഭരണം സ്ഥാപിക്കുന്നു. അപ്രകാരം ഇന്ത്യയിലും ഈ രീതിയിലുള്ള ഭരണം വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ മുഗൾ ആൻഡ് സുൽത്താനേറ്റ് ആൻഡ് മുഗൾ ഭരണമൊക്കെ ഇവിടെ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി ഇത് പേർഷ്യൻ ലിറ്റററി വർക്കിൻ ട്രഡിഷന്റെയും അതുപോലെ ഇസ്ലാമിക് ടർക്കിഷ് ട്രഡിഷന്റെയും ഒരു സംയോജനം കൂടിയാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി പ്രൈമറി ലെവലിൽ അവർ എഴുതിയിരുന്നത് പേർഷ്യൻ ഭാഷയിലും ആണ്. പിന്നീട് അത് അന്നത്തെ കോർട്ട് ഭാഷയായിരുന്നു പേർഷ്യൻ ഭാഷ. ഇന്ത്യയിലെയും ആദ്യകാല കോർട്ട് ഭാഷ എന്ന് പറയുന്നത് പേർഷ്യൻ ആയിരുന്നു. അപ്പോൾ പിന്നീട് അവര് മറ്റു ഭാഷയിലേക്കും, പ്രത്യേകിച്ച് പിൽക്കാലത്ത് ഉറുദു എന്ന ഭാഷയുടെ എമർജൻസിലേക്കും ഒക്കെ ഇത് നയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ഇത് റോയൽ ക്രോണിക്കിൾസ് ആയിട്ടാണ് ഇവരുടെ ചരിത്ര രചന വരുന്നത്. അതായത് ചരിത്രം രചിക്കുക എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് രാജകീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും നയങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാം അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് അതിന്റെ ഒരു റെക്കോർഡിക്കൽ സാങ്ഷൻ ആയിരുന്നു ഈ പറയുന്ന ആദ്യകാല ചരിത്ര കൃതികൾ. എന്ന് വെച്ചാൽ ഒരു റോയൽ ക്രോണിക്കിൾസ് ആയിരുന്നു ആദ്യകാലത്തെ ടർക്കോ പേർഷ്യൻ ആൻഡ് അറബ് ഹിസ്റ്റോറിക് വർക്ക് എന്ന് പറയുന്നത്. ഇത് മിത്തുകളുടെയും അതുപോലെ കൃത്യമായ ചരിത്ര വസ്തുതകളുടെയും ഒരു ഇന്റഗ്രേഷൻ ആയിരുന്നു. ഇതെല്ലാം കൂടിക്കലർന്ന ഒരു പരുവത്തിലാണ് നമുക്ക് ആദ്യകാല പേർഷ്യൻ വർക്കുകളൊക്കെ അവൈലബിൾ ആകുന്നത്. കൂടാതെ തന്നെ അത് സാംസ്കാരിക സംയോജനവും നമുക്ക് കൃത്യമായിട്ട് ഇത്തരം കൃതികളിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാല് ഭാഷയിലുള്ള സംയോജനമുണ്ട്, അതുപോലെ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് ഇന്ത്യൻ ട്രഡിഷനും അതുപോലെ ഈ പറഞ്ഞ സെൻട്രൽ ഏഷ്യൻ ട്രഡിഷനും കൂടി കലർന്നതായിരുന്നു ഈ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഇനി നമ്മള് പ്രത്യേകമായിട്ട് അന്നത്തെ ഹിസ്റ്റോറിയൻസിനെ പറയുന്നുണ്ട്, എങ്കിലും ടോട്ടലായിട്ട് ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസിന്റെ പേര് നമ്മളൊന്ന് മെൻഷൻ ചെയ്തു പോകാം. അതിൽ നിന്ന് ഏതാനും ഹിസ്റ്റോറിയൻസിനെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിൽ തന്നെ പഠിക്കാനുണ്ട്. ഇപ്പം ജസ്റ്റ് നോക്കാം. അൽബറൂനി, അതുപോലെ റാഷിദുദ്ദീൻ ഹംദാനി, സിയാഉദ്ദീൻ ബറാനി, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട അന്നത്തെ ചരിത്രകാരൻ. അതുപോലെ ഇബ്ൻ ഇസ്ഹാഖ്, അൽ തബാരി,
ഇബിൻ ഖൽദൂൻ, ഇവരൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട അറബ് ഹിസ്റ്റോറിയൻസ് ആയിരുന്നു. ഇത് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമുക്ക് സിലബസ് വച്ചിട്ട് നമുക്ക് പഠിക്കേണ്ട ഏതാനും ഹിസ്റ്റോറിയൻസിനെ നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ആള് അൽബറൂനിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായ ഒരു അറബ് ഹിസ്റ്റോറിയനാണ് അൽബറൂനി. അപ്പൊ അൽബറൂനി 973-1050 കാലഘട്ടത്തിൽ സിഇയിലാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം അബു റയാൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽബറൂനി എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമധേയം. എങ്കിലും നമ്മൾ അൽബറൂനി എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ അൽബറൂനി അദ്ദേഹം ഇന്ത്യയിലെ വളരെ പ്രമുഖനായിട്ടുള്ള അറബ് ഹിസ്റ്റോറിയൻസിൽ ഒരാളായിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു പീരീഡാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നൊക്കെ അറിയപ്പെടുന്ന പീരീഡിനെയാണ് ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ആദ്യകാല വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ആദ്യകാല ജീവിതത്തെ കുറിച്ചൊന്ന് നോക്കാം. ഇദ്ദേഹം ഖവാർസമിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അതായത് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഇനി ഇദ്ദേഹം ഒരു വളരെ ഇന്റലക്ച്വൽ ആയിട്ട് വളരെ മുൻപന്തിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡിംഗ് ഇന്റലക്ച്വൽ ഫിഗർ ആണ്. ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ലീഡിംഗ് ഇന്റലക്ച്വൽ ഫിഗർ ആയിരുന്നു അൽബറൂനി. ഇദ്ദേഹം അറബ്, പേർഷ്യൻ, അതുപോലെ സാൻസ്ക്രിറ്റ് തുടങ്ങിയ നിരവധി ഭാഷകളിൽ അഗ്രഗണ്യനായിരുന്നു ഇദ്ദേഹം. ഒരു വലിയ നല്ലൊരു ഫൈലോളജിസ്റ്റ് കൂടിയായിരുന്നു ഇദ്ദേഹം. ഇന്ത്യയിൽ ഇദ്ദേഹം ഏതാനും കാലം സ്ഥിരതാമസം ഉറപ്പിച്ചത് പോലും സാൻസ്ക്രിറ്റ് പഠിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു. സാൻസ്ക്രിറ്റ് ഒരുപാട് അമൂല്യമായ ഗ്രന്ഥരചന നടന്നിട്ടുള്ള ഒരു ഭാഷയാണ് സാൻസ്ക്രിറ്റ് എന്ന് ഇദ്ദേഹം പ്രസ്താവിച്ചു. അതുകൊണ്ട് തന്നെ സാൻസ്ക്രിറ്റ് പഠിക്കുന്നതിലൂടെ ഒരു കോണ്ടിനെന്റിന്റെ മുഴുവൻ വിജ്ഞാന സ്രോതസ്സിലേക്കും വെളിച്ചം വീശുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു സംസ്കൃത പണ്ഡിതനും കൂടി ആയിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ നമുക്കൊരു പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് കടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വർക്കുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ വർക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വർക്കാണ് കിതാബുൽ ഹിന്ദ്, ബുക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കിതാബുൽ ഹിന്ദ്. മറ്റേതൊരു ഗ്രന്ഥം വിട്ടുപോവാതെ എഴുതേണ്ട കൃതിയാണ് കിതാബുൽ ഹിന്ദ്. അൽബറൂനിയുടെ മോസ്റ്റ് നോട്ടബിൾ വർക്കാണ്. അപ്പോൾ ഇതില് ഇദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി, കൾച്ചർ, അതുപോലെ റിലീജിയൻ, ഇന്ത്യയിലെ സയൻസ്, ഇതിനെ കുറിച്ചൊക്കെ സമഗ്രമായിട്ട് പഠിച്ച് ഇദ്ദേഹം ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള ഒരു വർക്കാണ് കിതാബുൽ ഹിന്ദ്. ഇനി ഇദ്ദേഹം ഇന്ത്യൻ കോണ്ടിനെന്റില് എക്സ്റ്റെൻസീവ് ആയിട്ട് ട്രാവൽ ചെയ്യുകയും അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ കുറിച്ചു വെക്കുകയും ആ യാത്രാ വിവരണങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവ് സഹിതമാണ് ഇദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റിംഗ് സിസ്റ്റത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഈ അറിവുകളെല്ലാം ക്രോഡീകരിക്കുന്നത്. ഇനി കൃത്യമായിട്ടൊരു ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി ഫോളോ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ അല്ലെങ്കിൽ രചനകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയെ ശാസ്ത്രീയമായിട്ട് ഒരു ഇസ്നാദ് മെത്തേഡിൽ, അതായത് ഫ്രം നോൺ ഫാക്ട് ടു അൺനോൺ ഫാക്ട് എന്ന ഒരു മെത്തേഡ്, ഇബിൻ ഖൽദൂൻ ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പൊ അറിയുന്ന കാര്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള കാലത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ഇസ്നാദ് മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്തിട്ട് വളരെ കമ്പാരിറ്റീവ്ലി കുറ്റമറ്റ രീതിയിലാണ് ഇദ്ദേഹം ചരിത്രരചന നടത്തിയത്. ഇനി ഇദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങളെ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഇദ്ദേഹം റെക്കോർഡ് ചെയ്തിരുന്നുള്ളൂ. കിട്ടിയ വിവരങ്ങൾ തൊടാതെ അതുപോലെ തന്നെ വിഴുങ്ങി പ്രസ്താവിക്കുന്ന രീതി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കൃത്യമായി അവൈലബിൾ എവിഡൻസ് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നുള്ളൂ. ഇനി മറ്റു കോണ്ടംപററി ഹിസ്റ്റോറിയൻസിനെ ഒക്കെ അപേക്ഷിച്ച് ഇദ്ദേഹം ഒരു ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി കാണിച്ചു എന്നുള്ളതാണ്. ഒരു സുഖലോലുപതയൊക്കെ വിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വന്ന അവിടുത്തെ ഭരണാധികാരിയുടെ ഗസ്റ്റായി ജീവിക്കുന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹം വളരെ ടഫായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ യാത്രകളിലൂടെ ഇദ്ദേഹം പരമാവധി വിവരങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി ഉള്ള ഒരു എഴുത്തുകാരനായിരുന്നു ഇദ്ദേഹം. ഇനി നമ്മൾ അടുത്ത ചരിത്രകാരൻ മിൻഹാജ് സിറാജ് ആണ്. മിൻഹാജു സിറാജ് ഇതുപോലെ തന്നെ ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ചരിത്രകാരന്മാരിൽ ഒരാളാണ് മിൻഹാജു സിറാജ്. 1193 മുതൽ 1266 BC വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. മിൻഹാജു സിറാജ് ഒരു പേർഷ്യൻ ഹിസ്റ്റോറിയൻ ആണ്.
അദ്ദേഹം ഒരു നല്ല ഒരു സ്കോളറും അതുപോലെ ഒരു കോർട്ട് ക്രോണിക്ലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് അതാണ്. ഒരു കൊട്ടാരത്തിലെ ഇത്തരം ക്രോണിക്കിളുകൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബൈ പ്രൊഫഷൻ ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന്റെ ഏറ്റവും നോട്ടബിൾ വർക്ക് എന്ന് പറയുന്നത് തബഖത്ത് നസീരി എന്ന കൃതിയാണ്. തബഖത്ത് നസീരി യുടെ പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഏർലി കരിയർ, ഇദ്ദേഹം ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ജൂസ്ജാൻ എന്ന പ്രവിശ്യയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം വളരെ ഒരു ഇസ്ലാമിക് പണ്ഡിതനായിരുന്നു. അതുപോലെ ഇസ്ലാമിക് നിയമങ്ങളിലും വലിയ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരിയ നിയമങ്ങൾ, ജൂറിസ്ഡിക്ഷനിൽ നല്ല പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ നല്ല നോളജ് ഉള്ള വ്യക്തിയായിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ഇന്ത്യയിലെ സുൽത്താന്റെ അതായത് ഷംസുദ്ദീൻ ഇൽത്തുമിഷിന്റെ അതായത് അടിമ വംശത്തിലെ മൂന്നാമത്തെ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. അപ്പൊ ഇൽത്തുമിഷിന്റെ കോർട്ട് പോയറ്റ് ആയിട്ട് അല്ലെങ്കിൽ കോർട്ട് ക്രോണിക്ലർ ആയിട്ട് ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. അപ്പൊ നമുക്കറിയാം ഈ കോർട്ടില് അല്ലെങ്കിൽ രാജാവിന്റെ വളരെ അടുത്തയാളായിട്ട് ജോലി ചെയ്യുമ്പോൾ ചരിത്രകാരന്മാർക്ക് കിട്ടുന്ന ഒരു സൗകര്യം എന്ന് വെച്ചാൽ എല്ലാ കോർട്ട് രേഖകളും ഇവർക്ക് റെഫർ ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ചരിത്ര രചനയിൽ കുറച്ചുകൂടി ഒരു കൃത്യതയും സുതാര്യതയും വരും. കൃത്യമായിട്ടുള്ള നേരിട്ടുള്ള കോർട്ട് രേഖകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഓർ ഫസ്റ്റ് ഹാൻഡ് സോഴ്സ്. അപ്പൊ ഈ ഫസ്റ്റ് ഹാൻഡ് സോഴ്സിൽ നിന്ന് തന്നെ ഇവർക്ക് വിവരങ്ങൾ എടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്നത് ഇവരുടെ വർക്കിന്റെ ഒരു കുറച്ചുകൂടി സത്യസന്ധവും സുതാര്യവുമാക്കുന്ന ഫാക്ടുകളാണ്. ഇനി ഇദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഡൽഹിയുടെ ചീഫ് ഖാസി എന്ന് പറയുമ്പോൾ ജഡ്ജാണ്, ചീഫ് ജഡ്ജായിട്ട് ഇദ്ദേഹം മാറി. അതായത് ഉയർന്ന പൊസിഷനിലേക്ക് ഇദ്ദേഹം എത്തി. ഇനി തബഖത്ത് നസീരിയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന വർക്ക് എന്നും ആ വർക്കിന്റെ പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നതെന്നും നമ്മൾ പറഞ്ഞു. സോ നമുക്ക് തബഖത്ത് നസീരിയുടെ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. അപ്പൊ ഈ ഒരു വർക്ക് ഇത് ഒരു യൂണിവേഴ്സൽ ഹിസ്റ്ററിയാണ്. ഒരു യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്നുള്ള നിലയിലാണ് ഇത് പ്രസിദ്ധമാകുന്നത്. ഇതിനെ 23 തബാക്കത്തുകൾ അഥവാ ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതില് ഒരു ആഗോള തലത്തിലുള്ള ചില ഫിനോമിന ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇസ്ലാമിക് ഹിസ്റ്ററിയെ, സെൻട്രൽ ഏഷ്യയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് ഇവിടെ ഇദ്ദേഹം ഈ ഒരു കൃതിയില് തബഖത്ത് നസീരിയിൽ പ്രതിപാദിക്കുന്നത്. ഇനി ഇതിന്റെ ആദ്യ ഭാഗങ്ങള് ഈ സെൻട്രൽ ഏഷ്യയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ ഭാഗം ഖുരീദ് ഡൈനാസ്റ്റിയെ കുറിച്ച്, ഖുരീദ് ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് മിലിറ്ററി കോൺക്വസ്റ്റുകളുണ്ട്, അതായത് ഭരണാധികാരികൾ നേടുന്ന സൈനികമായിട്ടുള്ള വിജയങ്ങൾ, അതുപോലെ പൊളിറ്റിക്കൽ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രപരമായിട്ട് വലിയ പ്രാധാന്യമുണ്ട്. പൊളിറ്റിക്കൽ ഗവേണൻസിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. അതുപോലെ ബയോഗ്രഫിക്കൽ അക്കൗണ്ട്സ് ഉണ്ട്, ഭരണാധികാരികളുടെ ഒക്കെ ഒരു ജീവചരിത്രപരമായിട്ടുള്ള അക്കൗണ്ട്സുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. ഇനി ഇന്ത്യയിലെ മുഗൾ അല്ലെങ്കിൽ സുൽത്താൻ മുഗൾ ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്കൊരൊറ്റ സ്ത്രീ ഭരണാധികാരി, വനിതാ ഭരണാധികാരി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, സുൽത്താന റസിയ. സോ ഇവരുടെ ഭരണവും ഇവരുടെ ജീവചരിത്രവും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു കൃതി കൂടിയാണ് തബഖത്ത് നസീരി. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. ഇനി നമ്മൾ അടുത്ത പ്രോമിനന്റ് ആയിട്ടുള്ള ചരിത്രകാരൻ സിയാവുദ്ദീൻ ബറാനിയാണ്. സിയാവുദ്ദീൻ ബറാനി ഇന്ത്യ കണ്ട ഏറ്റവും പ്രസിദ്ധരായ ചരിത്രകാരന്മാരിൽ ഒരാളാണ്. 1285 1357 കാലഘട്ടത്തിലാണ് ബറാനിയുടെ കാലഘട്ടം. അപ്പൊ ഇദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ എന്നതിലുപരി നല്ലൊരു പൊളിറ്റിക്കൽ തിങ്കറും ഒരു കോർട്ടിയറും ഒക്കെ ആയിരുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു കോർട്ടിയർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് താരിഖ് ഫിറോഷാഹിയാണ്. താരിഖ് ഫിറോഷാഹി ഏറ്റവും നോട്ടബിൾ വർക്ക്, മറ്റു കുറെ കൃതികളുണ്ട് എങ്കിലും അതിലേറ്റവും ലീഡിംഗ് വർക്ക് എന്ന് പറയുന്നത് താരിഖ് ഫിറോഷാഹി. പിന്നീട് തൊട്ട് താഴെ വരുന്നത്
ഫത്വായി ജഹാൻദാരി, ഈ രണ്ട് കൃതികളാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റിംഗ്സ്. ഇനി ഇദ്ദേഹത്തിന്റെ ലൈഫും കരിയറും ഒക്കെ എന്തായിരുന്നു നോക്കാം. ഇദ്ദേഹം 1258 ജനിക്കുന്നത്. ഒരു അരിസ്റ്റോക്രാറ്റിക് മുസ്ലിം ഫാമിലിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് ആദ്യ കാലഘട്ടം തൊട്ടേ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കോർട്ടില് ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ലൈഫ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം പിന്നീട് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഒരു ഭരണകാലത്തും ഇദ്ദേഹം അതേ പൊസിഷൻ ഇദ്ദേഹത്തിന് ലഭിച്ചു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം ഫിറോസ് ഷാ തുഗ്ലക്കിനെ. അപ്പൊ ഇദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 7 വർഷവും പിന്നീട് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ മുഴുവൻ ജീവിതകാലവും ഇദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം കൃത്യമായിട്ട് ഫാക്ച്വൽ ആയിട്ടാണ് ചരിത്ര രചനയ്ക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ വെച്ചിട്ടുള്ള രീതിയാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് നോക്കാം. ഒന്ന് താരിഖ് ഫിറോസ് ഷാഹി തന്നെ. അപ്പൊ അത് താരിഖ് ഫിറോസ് ഷാഹി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ഫിറോസ് ഷാഹി, ഫിറോസ് ഷാഹിയുടെ ചരിത്രം എന്നാണ് അർത്ഥം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 7 വർഷം പ്രതിപാദിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ തന്നെ പേര് കൊണ്ട് ഫിറോസ് ഷാഹിയുടെ ചരിത്രം എന്നാണെങ്കിലും ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ചരിത്രം മാത്രമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. ബാൽബൻ തൊട്ട് ഇങ്ങോട്ടുള്ള ഒരുപാട് ഭരണാധികാരികളുടെ ചരിത്രമൊക്കെ ഇതില് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ബാൽബൻ, ഫിറോസ് ഷാ തുഗ്ലക്ക്, ഇവരെ കുറിച്ചൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ പൊളിറ്റിക്കൽ ഈവന്റ്സിനെയാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്തത്. രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്തത്. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് വരുന്നുണ്ട്. അതുപോലെ ഓരോ ഭരണാധികാരികളും നേരിട്ട ചലഞ്ചസ്, അത് ചിലപ്പോ മറ്റു ഭരണാധികാരികളിൽ നിന്നാവാം, അതല്ലെങ്കിൽ വേഴ്സ് ക്ലൈമറ്റ് കൊണ്ടാകാം. അങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഭരണാധികാരികൾ നേരിട്ട ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ഇദ്ദേഹം കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കൃതിയാണ് ഫത്വായി ജഹാൻദാരി, റൂളിങ്സ് ഓഫ് ഗവേണൻസ് എന്നാണ് ഇതിന്റെ മീനിങ്. ഈ ഫത്വായി ജഹാൻദാരി എന്ന വേർഡിന്റെ മീനിങ്. അപ്പൊ ഇതിൽ ഇദ്ദേഹം പൊളിറ്റിക്കൽ തിയറംസ് ആണ് ഇതിൽ കൂടുതലായിട്ട്, പൊളിറ്റിക്കൽ തിയറികൾ കൂടുതലായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇസ്ലാമിക് റൂളറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഒരു ഇസ്ലാമിക് റൂളർ എന്തായിരിക്കണം എന്തായിരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫത്വയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഒരു സ്ട്രോങ് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നിലകൊണ്ടിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ ബറാനിയുടെ പ്രധാനപ്പെട്ട തീമുകൾ എന്തായിരുന്നു, ഇദ്ദേഹത്തിന്റെ രചനയുടെ തീംസ് എന്ന് നോക്കാം. ഒന്നാമത്തേത് തീർച്ചയായിട്ടും ഹി സ്റ്റുഡ് ഫോർ എ സ്ട്രോങ് ഇസ്ലാമിക് സ്റ്റേറ്റ്. ദാറ്റ്സ് വൈ ഇദ്ദേഹം ഇസ്ലാമിക് ഗവേണൻസ് തന്നെയാണ് മുഖ്യമായിട്ടും കൊണ്ടുവന്നത്. അതായത് ഒരു ശരീഅത്ത് നിയമം അനുസരിച്ചിട്ടുള്ള ഒരു ഭരണം, അതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ സോഷ്യോ റിലീജിയസ് സ്ട്രാറ്റിഫിക്കേഷൻ, സൊസൈറ്റിയെ നോബിൾ, അതുപോലെ അങ്ങനെ കുറെ സ്ട്രാറ്റിഫിക്കേഷൻസ്, സ്ട്രാറ്റകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരു മുസ്ലിങ്ങളുടെ ഈ ഒരു ഹയറാർക്കി അദ്ദേഹം കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ദെൻ മോറൽ ഡീക്കേയും അതുപോലെ ലീഡർഷിപ്പിനെ കുറിച്ച്, ധാർമ്മിക അധപ്പതനം എങ്ങനെയാണ് ഭരണത്തെ നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ലീഡർഷിപ്പിനെ എങ്ങനെയാണ് അത് ഇല്ലായ്മ ചെയ്യുന്നത്, ഭരണം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇദ്ദേഹം പ്രതിപാദിക്കുന്നത്. ഇനി നമ്മുടെ ഇതില് അവസാനത്തെ ചരിത്രകാരൻ ഷംസി സിറാജ് അഫീഫാണ്. അപ്പോ നമുക്ക് അഫീഫിന്റെ കാര്യങ്ങൾ നോക്കാം. ഇദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര് കൺഫ്യൂഷൻ ആവരുത്, കാരണം നമ്മൾ നേരത്തെ കേട്ട അതേ വർക്ക് തന്നെയാണ് താരിഖ് ഫിറോസ് ഷാഹി. അതിലെ ലീഡിംഗ് വർക്ക് എന്ന് പറയുന്നത് സിയാഉദ്ദീൻ ബറാനിയുടെ താരിഖ് ഫിറോസ് ഷാഹി ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരും ഇത് തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യത്തില് താരിഖ് ഫിറോസ് ഷാഹി ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് സിയാഉദ്ദീൻ ബറാനിയുടെ കൃതിയാണ് താരിഖ് ഫിറോസ് ഷാഹി. അതില് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെയും മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെയും ഒക്കെ ഹിസ്റ്ററിയാണ് പറയുന്നത്. ഹൗവർ ഇതേ പേരില് ഷംസി സിറാജ് അഫീഫും ഒരു കൃതി രചിച്ചിട്ടുണ്ട്. സോ ഇദ്ദേഹത്തിന്റെ കൃതിയും ഏതാണ്, താരിഖ് ഫിറോസ് ഷാഹി. അപ്പോൾ ഇത് നമുക്ക് തരുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെയും അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ഇദ്ദേഹം
അഫീഫ് പേഴ്സണലായിട്ട് ഇദ്ദേഹം ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഒരു ഭരണകാലത്ത് റെയിനിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പേർഷ്യൻ സ്പീക്കിംഗ് എലൈറ്റ് ക്ലാസ്സിനെയാണ് ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. താരിഖ് ഫിറോസ് ഷായി ഒരു ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾ ആണ്. അതില് ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച്